ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പ്ലെയറിന് കുറച്ച് സിമ്പതി കൊടുക്കാം. പക്ഷെ സിമ്പതി കൊണ്ട് മാത്രം നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. ഈ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്കൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനായില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് എളിമയിൽ തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഈ അടുത്തുള്ള നമ്മുടെ എല്ലാ റിസൾട്ടുകളും നോക്കിയിട്ട് അധികം വീമ്പളക്കാനുള്ള കളിയൊന്നും നമ്മൾ എന്തായാലും കളിക്കുന്നില്ല. ശരിക്കും എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ ഒരു താല്പര്യവും. പക്ഷെ നിങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ട് മാത്രമാണ് ഈ ഒരു ക്യാമറയും തുറന്നു പിടിച്ച് 3-4 കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചത്. എന്നെ പോലെ ഫീൽ ചെയ്യുന്ന ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഈ ഒരു പെർഫോമൻസ് തീർച്ചയായിട്ടും വളരെ നിരാശ നൽകുന്ന ഒന്ന് തന്നെയാണ്. കഴിഞ്ഞ കൊല്ലം ഗോവയായിട്ടുള്ള എവേ മത്സരം കാണാൻ ഞാനും ചേട്ടനും ഫത്തോർദ വരെ പോയിരുന്നു. അപ്പൊ പരിചയപ്പെട്ട ഒരു ഗോവൻ സപ്പോർട്ടർ എനിക്ക് ഇപ്രാവശ്യം മെസ്സേജ് അയച്ചിരുന്നു, ബ്രോ ഇക്കൊല്ലം കളി കാണാൻ വരുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ബ്രോ, ഇപ്രാവശ്യം ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. എന്ത് നല്ല തീരുമാനമല്ലേ. കഴിഞ്ഞ കൊല്ലം ഫത്തോർദയിൽ നമ്മൾ തോറ്റെങ്കിലും ടീം അറ്റ്ലീസ്റ്റ് ഒരു ഫൈറ്റ് എങ്കിലും പുറത്തെടുത്തിരുന്നു. ഈ വർഷമാണെങ്കിൽ അതുപോലും പറയാനില്ല. ശരിക്കും ഗോവയെ പോലെ ഒരു ടോപ്പ് ടീമും നമ്മളെപ്പോലെ ഒരു നോട്ട് സോ ഗുഡ് ടീമും തമ്മിലുള്ള ഒരു മത്സരമാണിതെന്ന് വളരെ ക്ലിയർ ആയിട്ട് എടുത്ത് നിൽക്കുകയും ചെയ്തു. വർഷങ്ങളായിട്ട് ഈ ടീമിനെ സപ്പോർട്ട് ചെയ്ത് മനസ്സ് മരവിക്കുകയാണോ എന്നറിയില്ല. എന്തായാലും ഈ സീസൺ നേരത്തെ എഴുതി തള്ളിയതുകൊണ്ട് തന്നെ ഈ ഒരു തോൽവിയും പെർഫോമൻസും ഒക്കെ കണ്ടതിന് ശേഷവും എനിക്കൊരു കൂസലും ഇല്ലായിരുന്നു. ബിക്കോസ് ഇങ്ങനെയുള്ള തോൽവികളും ആവറേജ് പെർഫോമൻസുകളും ഈ ഒരു ക്ലബിൽ നോർമലൈസ് ആയി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ കളിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയേക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ നമ്പർ 1 പോയിന്റിന്റെ ഒരു ചെറിയ എക്സ്റ്റൻഷൻ ആണ് ഈ വീഡിയോയിലെ 5ാമത്തെ പോയിന്റ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ദൂഷാൻ ലഗത്തോറിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളതെന്ന്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് കോച്ച് കേട്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ എന്തായാലും ദൂഷാനെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു സെന്റർ ബാക്ക് റോളിൽ കോച്ച് കളിപ്പിച്ചു. ഒരു കളി കൊണ്ട് മാത്രം ഒരു പ്ലെയറിനെതിരെ വിധി എഴുതുന്നത് വളരെ തെറ്റാണെന്ന് എനിക്കറിയാം. ആൻഡ് ദൂഷാനെ സംബന്ധിച്ചിടത്തോളം FC ഗോവ പോലെ ഒരു ടീമിനെതിരെ ഇന്ത്യയിൽ തന്റെ ആദ്യത്തെ സ്റ്റാർട്ട് ലഭിക്കുക എന്നുള്ളത് ഒരു വലിയ ചാലഞ്ചാണ്. കാരണം ഗോവ നല്ല വേഗതയിൽ പാസ് നൽകി അവരുടെ പേസ് ഉപയോഗിച്ച് ഓൾ ഔട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ടീമാണ്. ദൂഷാന്റെ സ്ട്രെങ്ത്തുകളെ സംബന്ധിച്ചിടത്തോളം നല്ല ടെക്നിക്കൽ എബിലിറ്റിയോ പേസോ അദ്ദേഹത്തിന് ഇല്ലതാനും. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പ്ലെയറിന് കുറച്ച് സിമ്പതി കൊടുക്കാം. പക്ഷെ സിമ്പതി കൊണ്ട് മാത്രം നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. വർഷങ്ങളായിട്ട് ഒന്നും തിരിച്ചു കിട്ടാഞ്ഞിട്ട് പോലും നമ്മളൊക്കെ ക്ലബിനെയും പ്ലേയേഴ്സിനെയും എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈ സീസണിന്റെ തുടക്കത്തിൽ ഞാൻ സന്ദീപ് സിംഗിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്റെ കമന്റ് ബോക്സിൽ വന്ന പൊങ്കാല, ഇതൊക്കെ പറയാൻ നീ ആരാണ്, പുള്ളി 100% ലോയലാണ്, ഈ ക്ലബിന് വേണ്ടി എന്തും ചെയ്യും എന്നൊക്കെ. എനിക്കെല്ലാം മനസ്സിലാവും. കേരള ബ്ലാസ്റ്റേഴ്സ് എന്നൊരു ക്ലബ്ബ് ഒരാൾക്കൊരു സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾ ഇതൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതൊന്നും നമ്മൾ ഒരുപാട് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെ വിശ്വസിച്ച് ആരെങ്കിലും ഒരു തുക നൽകുകയാണെങ്കിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വളരെ ഭംഗിയായി ചെയ്യണം എന്നുള്ളതൊരു നോർമൽ കാര്യമാണ്. സന്ദീപിനോടോ ലഗത്തോറിനോടോ നോവയോടോ കേരള ബ്ലാസ്റ്റേഴ്സിലെ വേറെ ഏത് പ്ലെയറിനോടോ എനിക്ക് പേഴ്സണലി ഒരു ഇഷ്യൂ ഇല്ല. പക്ഷെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കളി കാണുന്ന സപ്പോർട്ടേഴ്സ് എന്ന രീതിക്ക് ഈ ക്ലബിന്റെ പെർഫോമൻസുകൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യും, അതിനുള്ള വിമർശനം നൽകുകയും ചെയ്യും. ഈ സീസൺ തീരാൻ ഇനി 3 മത്സരങ്ങളും കൂടിയേ ബാക്കിയുള്ളൂ. ഈ 3 മത്സരങ്ങളിൽ ദൂഷാൻ മാത്രമല്ല, വേറെ കുറെ പ്ലെയേഴ്സ് ഈ ക്ലബിൽ കണ്ടിന്യൂ ചെയ്യാൻ അർഹതയുള്ളവരാണെന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഫാൻസിന്റെ ഫ്രസ്ട്രേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, അത് വെച്ച് തന്നെ നമുക്ക് 4ാമത്തെ പോയിന്റിലേക്ക് ലീഡ് ചെയ്യാം. ഈ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്കൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനായില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ ഒരു പ്രൊട്ടസ്റ്റിനെ കുറിച്ച് ലൂണ പറഞ്ഞൊരു കാര്യം കണ്ടിട്ടുണ്ടാവും. ആൻഡ് ലൂണയെ പോലെ ഇത്രയും എക്സ്പീരിയൻസും ഇന്റർനാഷണൽ എക്സ്പോഷറും ഉള്ള ഒരാള് ഇങ്ങനെ ഒരു കാര്യം എന്തുകൊണ്ട് പറഞ്ഞു എന്നെനിക്ക് ലോജിക്കലി മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നത് പുള്ളി പ്യുവർലി ഇമോഷനെ ഓവർകം ചെയ്യാനാവാതെ ഇങ്ങനെ പറഞ്ഞതാണെന്നാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനുകൾ ഇന്റേണലി മീറ്റിംഗ് നടത്തി സോൾവ് ചെയ്യണമെന്നാണ് ലൂണ പറഞ്ഞത്. പക്ഷെ ഈ ഒരു പ്രൊട്ടസ്റ്റ് അടിച്ചമർത്താൻ കഴിയുകയില്ല, ഇത് അവരുടെ കയ്യിൽ നിന്ന് പോവും എന്നൊരു സിറ്റുവേഷനിൽ എത്തിയപ്പോഴാണ് മാനേജ്മെന്റ് തന്നെ ഒരു മീറ്റിംഗ് വരെ വിളിച്ചത്. ഇതിൽ നിന്ന് ഫാൻസ് ആയിട്ടുള്ള നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെ നമ്മുടെ വോയിസ് ഉയർത്തിയാൽ മാത്രമേ അവർ അറ്റ്ലീസ്റ്റ് ഒരു കോൺവെർസേഷൻ എങ്കിലും പേരിന് ആൾക്കാരെ അവിടെ വിളിച്ചിരുത്തോളൂ. ഇനിയിപ്പോ ഫാൻ അഡ്വൈസറി ബോർഡ് വരുന്നുണ്ട്, അതിലേക്കുള്ള മെമ്പേഴ്സ് ഒക്കെ ഏകദേശം കൺഫേംഡ് ആയി എന്നും കേട്ടു. ഈ ഫോറത്തിലൂടെ ക്ലബും ഫാൻസുമായിട്ടുള്ള അകൽച്ച കുറയ്ക്കാനാവട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മളെടുത്ത ഈ പ്രൊട്ടസ്റ്റ് കൊണ്ട് ലൂണയ്ക്കോ വേറെ ഏതെങ്കിലും ഒരു പ്ലെയറിനോ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരൊരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഈ ടീമിന്റെ കളി കാണാൻ വേണ്ടി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള
എത്ര പിള്ളേരാണ് ട്രെയിനും പിടിച്ച് കലൂരിൽ വന്ന് കളിയും തോറ്റ് തലയും താത്തി പോകുന്നത്. അവരുടെയൊക്കെ വിഷമം എക്സ്പ്രസ് ചെയ്യുന്നതിൽ ഇതിൽ എന്താണ് ഇത്ര പ്രശ്നം? കഴിഞ്ഞ 11 വർഷങ്ങളായിട്ട് ഒരു മാറ്റങ്ങളും ഇല്ലാഞ്ഞിട്ടല്ലേ പ്രൊട്ടസ്റ്റ് ഈ ഒരു രീതിയിലേക്ക് വഷളായത്? അപ്പൊ കുറച്ചൊക്കെ വിഷമിച്ചാലും മഴയത്തും വെയിലത്തും ഈ ക്ലബിന്റെ കൊടിയും പിടിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ഫാനിന്റെയും വിഷമം ഈ കളിക്കാർ മനസ്സിലാക്കും എന്ന് ഞാൻ കരുതുന്നു. മൂന്നാമത്തെ പോയിന്റ്, ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള ഡിഫൻഡേഴ്സിനെ നമ്മുടെ ക്ലബ്ബ് എങ്ങനെയൊക്കെയോ തെരഞ്ഞു പിടിച്ച് ഇവിടെ കൊണ്ടുവരുന്നു എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഇത് ഇത്ര വലിയ പ്രശ്നമായിട്ട് ഇപ്പൊ എനിക്ക് തോന്നാൻ കാരണം കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നമ്മൾ ഫേസ് ചെയ്ത 2 സെന്റർ ബാക്കുകൾ കാരണമാണ്. ആൽബർട്ടോ റോഡ്രിഗേസും ഒഡേയോനേന്റെയും അവരുടെ ടീംമേറ്റ്സ് ഒരു മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ സോൾവ് ചെയ്യാൻ നടക്കുന്ന റിക്കവറിയുടെ ഒരു വേഗതയുണ്ട്. നമ്മുടെ പ്ലേയേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഡിഫറൻസ് വളരെ വലുതാണ്. മിലോസ് ആവട്ടെ, ദൂഷാൻ ആവട്ടെ, പല പല സിറ്റുവേഷനുകളിലും വളരെ സ്ലോ ആയിട്ടാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു പ്ലെയർ വിങ്ങിലൂടെ ഓടിക്കേറി ഇൻസൈഡിലോട്ട് കട്ട് ചെയ്ത് ഒരു ലോ ക്രോസ് നൽകുമ്പോൾ നമ്മുടെ ഡിഫൻഡേഴ്സ് റിയാക്ട് ഒക്കെ ചെയ്ത് വന്നതിന് മുമ്പ് ഫാർ പോസ്റ്റിൽ നിൽക്കുന്ന എതിരാളി ബോൾ വലയിൽ എത്തിച്ചിട്ടുണ്ടാവും. എല്ലാ പ്ലേയേഴ്സിനും നാച്ചുറലി പേസും ഒരു എക്സ്പ്ലോസീവ് നേച്ചർ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയുള്ള ക്വാളിറ്റി ഇല്ലാത്ത പ്ലേയേഴ്സ് അവരുടെ ഗെയിം റീഡിംഗ് എബിലിറ്റിയിൽ കുറെ വർക്ക് ചെയ്യും. ആ ഒരു എബിലിറ്റി വന്നാലേ അവർക്ക് ഈ ഒരു വീക്ക്നെസ് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ബാലൻസ് കണ്ടെത്താനായില്ലെങ്കിൽ നമ്മുടെ ഡിഫൻഡേഴ്സ് എല്ലാം ഇനിയും കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ ഒരു ക്വാളിറ്റി ഒരുപാടുള്ള നമുക്ക് എല്ലാവർക്കും വളരെ നല്ലോണം അറിയാവുന്ന ഒരു പ്ലെയറിനെ കുറിച്ചാണ് പോയിന്റ് നമ്പർ 2 നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സന്ദേശ് ജിങ്കൻ. ഒരു കാലത്ത് ഈ ക്ലബിന്റെ എല്ലാം ആയിരുന്ന ഒരു പ്ലെയർ. ജിങ്കനെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിൽ എമർജിംഗ് പ്ലെയർ ആയിട്ട് ഇപ്പോ FC ഗോവയുടെ മെയിൻ സെന്റർ ബാക്ക് ആയി നിൽക്കുന്ന ആ ഒരു ജേർണിയിൽ അദ്ദേഹത്തിന് ഒരുപാട് പേസ് നഷ്ടമായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കരിയറിലെ ഈ സ്റ്റേജിലെ ഈ വീക്ക്നെസ്സിനെ മറയ്ക്കാൻ ഗെയിം റീഡിംഗ് എബിലിറ്റി ഒരുപാട് സഹായിക്കുന്നുണ്ട്. എസ്പെഷ്യലി ആ ഒരു ഇഞ്ചുറിക്കൊക്കെ ശേഷം ജിങ്കൻ ഇങ്ങനെ വന്ന് ഈ ലീഗിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സെന്റർ ബാക്സ് ആവും എന്ന് ഞാൻ ഉൾപ്പെടെ പലരും വിശ്വസിച്ചിരുന്നില്ല. ഇതൊരിക്കലും ഒരു ഡയറക്റ്റ് കമ്പാരിസൺ ഒന്നും അല്ല. പക്ഷെ ജിങ്കന്റെ ഈ ഒരു തിരിച്ചുവരവും ലിവർപൂളിൽ വാൻഡൈക്കിന്റെ ACL ഇഞ്ചുറിക്ക് ശേഷമുള്ള പെർഫോമൻസുകളും തമ്മിൽ എന്തൊക്കെയോ ഒരു സിമിലാരിറ്റി എനിക്ക് തോന്നുന്നുണ്ട്. ഈ 2 പ്ലെയേഴ്സും ഇഞ്ചുറിക്ക് ശേഷം അവർക്ക് നഷ്ടമായ പേസ് അവരെ എത്രത്തോളം പിന്നോട്ട് വലിക്കും എന്നുള്ള ചോദ്യത്തെ കാറ്റിൽ പറത്തി കഴിഞ്ഞു. യൂറോപ്പിലെ ബെസ്റ്റ് ഡിഫൻഡർമാരുടെ ലിസ്റ്റ് എടുത്താൽ മുൻപന്തിയിൽ തന്നെയാണ് വാൻഡൈക്ക്. ബട്ട് വാട്ട് അബൌട്ട് ജിങ്കൻ? ഈ ലീഗിലെ ബെസ്റ്റ് ഇന്ത്യൻ സെന്റർ ബാക്ക് ആരാണ് എന്ന് ചോദിച്ചാൽ ജിങ്കൻ എന്ന് നിങ്ങൾ എത്ര പേര് പറയും? ഇനി പോയിന്റ് നമ്പർ 1, അത് FC ഗോവയെ കുറിച്ചാണ്. ഈ ഒരു സീസണിന്റെ തുടക്കത്തിലെ 6 മത്സരങ്ങളിൽ ഗോവയ്ക്ക് ഒരു ക്ലീൻ ഷീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, അവർ ജയിച്ച ഏക മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെയായിരുന്നു. ഇത്ര മോശം തുടക്കത്തിൽ നിന്നും അവരിപ്പൊ എത്തി നിൽക്കുന്ന ആ ഒരു ലെവല് കണ്ടില്ലേ? ഇതിനൊക്കെ പുറമെ അവർ ഈ സീസൺ ഓൾറെഡി മോഹൻ ബഗാനെ തോപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6 മത്സരങ്ങളിൽ തുടർച്ചയായ വിജയങ്ങൾ നേടിയിട്ടുമുണ്ട്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഒരേ ഒരു കാര്യം, ഈ ലീഗിൽ ഇപ്പോ ഏറ്റവും ഫോമിൽ നിൽക്കുന്ന ടീം FC ഗോവയാണ്. ISL ലീഗ് ഘട്ടം അവസാനിക്കുന്നതിന് മുമ്പ് മാർച്ച് 8-ാം തീയതി കൊൽക്കട്ടയിൽ വെച്ച് ഗോവയ്ക്ക് മോഹൻ ബഗാനായിട്ടൊരു മത്സരമുണ്ട്. എന്നാലും ഈ ISL ട്രോഫി ഗോവ തന്നെ അടിക്കും എന്നെന്റെ മനസ്സ് പറയുന്നു. അതിന് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ 2 ആണ്. ഒന്നാമത്തേത്, ദേ ആർ പീക്കിംഗ് അറ്റ് ദ റൈറ്റ് ടൈം. ഇതിന്റെ അർത്ഥം ഒരു ടീം ഒരു കോമ്പറ്റീഷന്റെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആകുമ്പോൾ അവരുടെ ബെസ്റ്റ് സെൽഫിലേക്ക് ഉയരുക എന്നുള്ളതാണ്. ആൻഡ് തുടർച്ചയായ 6 വിജയങ്ങൾക്ക് ശേഷം ഗോവയുടെ ഏറ്റവും ബെസ്റ്റ് സെൽഫിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാരണം ഗോവയുടെ കോച്ചായ മനോളോ മാർക്കസ് തന്നെയാണ്. ഈ ലീഗിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ കോച്ച് എന്ന് തന്നെ ഞാൻ മനോളോനെ വിശേഷിപ്പിക്കും. പുള്ളി ഹൈദരാബാദിൽ കൊണ്ടുവന്ന റെവല്യൂഷനൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ഈ സീസണിന്റെ ഒടുവിൽ ഇന്ത്യൻ സീനിയർ മെൻസ് നാഷണൽ ടീമിന്റെ കോച്ച് എന്ന ഡ്യൂട്ടി ഫുൾ ടൈം റോളിൽ പുള്ളി ഏറ്റെടുക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി മനോളോയ്ക്ക് ഗോവയെ ISL ട്രോഫിയിലേക്ക് നയിക്കാനാവുകയാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് എൻഡിങ് ആയിരിക്കും. അപ്പൊ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു മാറ്റം വരുമോ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനാവുകയില്ല. പക്ഷെ നമ്മുടെ ചാനലിൽ കുറച്ച് മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വൈകാതെ തന്നെ പങ്കുവയ്ക്കാം. എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.